ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് പഠിക്കുകയും വിചിന്തനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തത്. ഈ പുതിയ എപ്പിസോഡിൽ 11-ാം അധ്യായത്തിൻ്റെ വചനവ്യാഖ്യാനവും വചനവിചിന്തനവുമാണ് നമ്മൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വചനങ്ങൾ മരിച്ച ലാസറിനെ കർത്താവ് വീണ്ടും പുനരുജ്ജീവൻ നൽകി ഉയിർപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വചന വ്യാഖ്യാനത്തിന് വിധേയമാക്കുന്ന പാസേജ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതും സമാന്തര സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ഒരു വചനഭാഗമാണ് ലാസറിനെ നമ്മുടെ കർത്താവ് ഉയിർപ്പിക്കുന്ന വചനഭാഗം. ലാസറിനെ ഉയിർപ്പിക്കുന്ന അത്ഭുതം മനുഷ്യർക്ക് പുനരുദ്ധാനവും ജീവനും നൽകുന്ന ഈശോയുടെ അടയാളമാണ് യോഹന്നാൻ സുവിശേഷകൻ പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണത്തിൻ്റെയും വ്യത്യസ്തമായ സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ദൈവശാസ്ത്രത്തിൻ്റെയും ഭാഗമാണ് അത്ഭുതങ്ങളെ അടയാളങ്ങളായി അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അടയാളങ്ങളിലൂടെ പ്രേക്ഷകരായ മനുഷ്യർ വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്നും യേശു കർത്താവാണ് ദൈവപിതാവ് നൽകിയ രക്ഷകനായ ദൈവപുത്രൻ എന്നുള്ള കൃത്യമായ ഉദ്ബോധനമാണ് 4-ാം സുവിശേഷകനായ യോഹന്നാൻ ലാസറിനെ ഉയർപ്പിക്കുന്ന അടയാളം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ അടയാളങ്ങളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമെന്ന് പറയുക. തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ടാണ് ഈശോ മനുഷ്യർക്ക് പുനരുദ്ധാനവും ജീവനുമായി തീരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ്. കാരണം ലാസറിനെ ഉയർപ്പിക്കുന്ന കർത്താവ് തന്നെയും മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും കൃത്യമായ ധാരണയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയും യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ് എന്നുള്ളതും കർത്താവ് ഉയർപ്പിക്കുന്ന ലാസറിൻ്റെ ഈ സംഭവവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലാസറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ് 11-ാം അധ്യായത്തിൻ്റെ മേജർ ഷെയർ എന്ന് വിളിക്കപ്പെടാവുന്ന 1 മുതൽ 44 വരെയുള്ള വചനഭാഗങ്ങളിൽ വിവരിക്കപ്പെടുന്ന സംഭവമെങ്കിലും ഈ അത്ഭുതത്തെക്കുറിച്ച് 2 വാക്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന വളരെ ചെറിയ ഒരു വിവരണം ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് 43-44 വാക്യങ്ങളിൽ സാരാംശമായി, അന്തസത്തയായി നമുക്ക് കാണാനായി സാധിക്കും. ആ 2 വാക്യങ്ങൾ മാത്രം ഞാനിപ്പോൾ ആമുഖമായി നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുക. അതിൽ 11-ാം അധ്യായം നോക്കുക. 43-44 വചനങ്ങൾ ഇപ്രകാരമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ച കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 43-44 വാക്യങ്ങളിൽ
ഈ അധ്യായത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണ് എന്ന് വ്യക്തമായി യോഹന്നാൻ സുവിശേഷകൻ സംഗ്രഹിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. യേശു കർത്താവ് ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ മുൻപിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു പറയുന്നതോടെ മരിച്ച 4-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ട് പുനരുജ്ജീവനം സാധിച്ച് ലാസർ എന്നു പേരുള്ള മനുഷ്യൻ ജീവനിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ സംഭവത്തിന് ഒരുക്കമായി ഒരു വിശദീകരണം നൽകുന്നുണ്ട് യോഹന്നാൻ സുവിശേഷകൻ. അതാണ് 1 മുതൽ 42 വരെയുള്ള യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്ന കാര്യം, ഈ സുവിശേഷ ഭാഗത്തെ, ഈ അത്ഭുതകരമായ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഭംഗിയായ ഒരു ആമുഖം നൽകുന്നുണ്ട് യോഹന്നാൻ എന്ന 4-ാം സുവിശേഷകൻ. ഈ അത്ഭുതം ഒരു അടയാളം എന്നതിനേക്കാൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ വേണ്ടി, വിശ്വാസത്തിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് യോഹന്നാൻ്റെ മറ്റെല്ലാ അടയാളങ്ങളെയും പോലെ ലാസറിനെ ഉയർപ്പിക്കുന്ന ഈ അടയാളവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഈശോ തന്നെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുമുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണുന്ന കാര്യം. ഈ വചനഭാഗത്തെ, അതായത് യോഹന്നാൻ 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വചനഭാഗത്തെ ഏതാനും ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും കൂടുതലായി വചനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളായി തരംതിരിച്ച് കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം 1 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗമാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന അടയാളത്തിന് ആമുഖമായി 4-ാം സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വചനഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നോടൊപ്പം എല്ലാവരും ബൈബിൾ തുറന്ന് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലാസറിൻ്റെ മരണം. ലാസർ എന്നൊരുവൻ രോഗബാധിതനായി. അവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയായിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവേ, ഇതാ അങ്ങു സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനുമുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ലാസറിൻ്റെ രോഗവിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ലാസറിൻ്റെ സഹോദരിമാരായ മർത്തായും മറിയവും ഒരു ദൂതനെ കർത്താവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനഭാഗത്തെ ഞാൻ വ്യത്യസ്തമായ ഒരു തലവാചകത്തിലൂടെയാണ് പരിചയപ്പെടുത്തുന്നത്. ലാസറിൻ്റെ രോഗവിവരം അറിയിക്കുന്നു. ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും ബഥാനിയായിൽ നിന്നും കർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത്, യൂദയായുടെ പരിസര പ്രദേശങ്ങളിലേക്ക് ദൂതനെ അയച്ചുകൊണ്ട് പറയാണ്, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഇപ്രകാരം ലാസറിനെ രോഗിയായി എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി, ലാസർ രോഗിയാണെന്ന് യേശു കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു ദൂതൻ വരുന്നത്.
ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിലൂടെ തൻ്റെ മഹത്വീകരണത്തോടു ബന്ധപ്പെട്ട സത്യങ്ങളുടെ വെളിപാടുകളിലേക്കാണ് ഈശോ തൻ്റെ ശിഷ്യ സമൂഹത്തെ നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും എപ്രകാരമാണ് മഹത്വീകരണത്തെക്കുറിച്ചുള്ള വെളിപാടിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യഗണത്തെ നയിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തും വിധമാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് യേശു പറയുന്ന വാക്കുകൾ, മറുഭാഗത്ത് അതിനെ സാധൂകരിക്കുന്ന അവൻ്റെ പ്രവൃത്തികൾ. ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ രക്ഷാകരമായ മഹത്വീകരണത്തിൻ്റെ വെളിപാടിനെക്കുറിച്ചാണ് സൂചനയെന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷൻ ഉപയോഗിച്ചിരിക്കുന്ന വിശദീകരണ ശൈലിയും ഇതിന് ഉപോദ്ഫലകമാണ് എന്ന്, ഇതിനെ സാധൂകരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഒന്നാമതായി നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ലാസർ രോഗിയാണെന്ന വിവരം ഈശോയെ അറിയിക്കുവാനായി അവിടുത്തെ പക്കലേക്ക് ആളയച്ച അവൻ്റെ സഹോദരിമാർ ദൂതൻ വഴി പറഞ്ഞു വിടുന്ന കാര്യം മൂന്നാമത്തെ വാക്യത്തിലുണ്ട്. നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? വേണമെങ്കിൽ ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാമായിരുന്നു. അതുമല്ലെങ്കിൽ ദൂതൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ സ്നേഹിതനായ ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല വചനത്തിൽ യോഹന്നാൻ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത്. ബോധപൂർവം യോഹന്നാൻ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനമാണത്. അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഞങ്ങളുടെ സഹോദരനെന്നോ ലാസറെന്നോ പറയാതെ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. അതായത് ഇവിടെ ലാസർ ഓരോ വിശ്വാസിയെയും പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഓരോ വിശ്വാസിയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ് എന്ന് ഇവിടെ അർത്ഥമാക്കുകയാണ്. ഓരോരുത്തരെയും വ്യക്തിപരമായി അവിടുന്ന് സ്നേഹിക്കുന്നു എന്ന് ഇതിലൂടെ യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശു കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരായി വിശ്വാസ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവത്തിലൂടെ പേരു പറയാതെ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണ്. ക്രിസ്തു അവനെ സ്നേഹിക്കുന്നു എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പ്രത്യേകിച്ച് രോഗങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പരാജയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, തോൽപ്പിക്കപ്പെടുമ്പോൾ നീ ഓർത്തിരിക്കുക, നീ ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണെങ്കിൽ ഈ തകർച്ചകളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും സങ്കടക്കടലിൽ അകപ്പെട്ടു പോകേണ്ടവനല്ലെന്നും മറിച്ച് നിനക്കൊരു പുനരുദ്ധാനമുണ്ട് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നവനുമാണ് നിന്റെ സ്നേഹിതനായ കർത്താവ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മോട് വ്യക്തമായി പറയുന്ന വചനഭാഗമാണിത്. അതോടൊപ്പം തന്നെ ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഈ അത്ഭുതം തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് ജീവൻ നൽകുന്നു എന്നതിൻ്റെ അടയാളവുമാണ്. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും കർത്താവ് വന്നിരിക്കുന്നു എന്ന വചനഭാഗത്തെ സാധൂകരിക്കുന്ന ഒരു അടയാളമായും ലാസറിൻ്റെ പുനരുജ്ജീവനം അഥവാ ഉയിർപ്പിലേക്ക് അവനെ ക്ഷണിക്കുന്നതിലൂടെ കർത്താവ് നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. ശ്രദ്ധിച്ചേ, രണ്ടാമതായി ലാസറിൻ്റെ രോഗം ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് എന്ന് ഈശോ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. ഇതൊരു വളരെ ദൈവശാസ്ത്രപരമായി വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു വചനഭാഗമാണ്. കാരണം എന്താണെന്നറിയാവോ?
രോഗത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ശാരീരികമായ രോഗങ്ങൾ ഇതൊരു ബയോളജിക്കൽ ഫിസിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു രോഗവും വരാത്തവരായിട്ടുണ്ടോ? പറയുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ, അസുഖങ്ങൾ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് രോഗം വരുമ്പോൾ ഒരുപക്ഷെ 1-2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രോഗം ഭേദമായേക്കാം. അതുമല്ലെങ്കിൽ ഡോക്ടറുടെ അടുക്കൽ പോകുന്നു, മരുന്ന് കഴിക്കുന്നു, മറ്റു ചികിത്സാ വിധികൾക്ക് വിധേയമാകുന്നു, അതുവഴിയായി നമുക്ക് ആരോഗ്യം വീണ്ടും കിട്ടും, രോഗമില്ലാതാകും. എന്നാൽ ഇവിടെ ലാസറിൻ്റെ ഈ രോഗത്തെക്കുറിച്ച് യേശു കർത്താവ് തന്നെയും 11-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിലൂടെ പറയുന്നത് ഇതെന്തെങ്കിലും ഒരു ബയോളജിക്കൽ ഫിസിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായി ഉണ്ടായ രോഗമാണ് എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രനായ യേശു കർത്താവ് മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള രോഗമാണ് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് ഈശോയുടെ മരണത്തിന് പെട്ടെന്ന് വഴി തെളിച്ചത് എന്നും യോഹന്നാൻ്റെ ദൈവശാസ്ത്രപരമായ വീക്ഷണമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. 11-ാം അധ്യായത്തോടുകൂടെ യോഹന്നാൻ്റെ സുവിശേഷത്തെ ബ്രോഡായി നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്ന ദ ബുക്ക് ഓഫ് സയൻസ്, അടയാളങ്ങളുടെ പുസ്തകം അവസാനിക്കുകയാണ്. എന്നിട്ട് ദ ബുക്ക് ഓഫ് ഗ്ലോറി അഥവാ മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്കുള്ള പ്രവേശന കവാടത്തിങ്കൽ എത്തി നിൽക്കുകയാണ്. ലാസറിൻ്റെ മരണം കർത്താവിൻ്റെ കുരിശുമരണത്തിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. പീഠാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെയാണ് ഈശോ മഹത്വീകരിക്കപ്പെട്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈശോ മഹത്വീകരിക്കപ്പെട്ടതിലൂടെയാണ് ദൈവം മഹത്വീകരിക്കപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈശോ ദൈവപുത്രനാണ് എന്നത്. ഈശോയുടെ മഹത്വീകരണത്തിലൂടെ തൃത്വൈക ദൈവം മഹത്വീകരിക്കപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് ദൈവശാസ്ത്രപരമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അതുകൊണ്ട് ഈ അത്ഭുതം അഥവാ അടയാളം തൻ്റെ മരണത്തിലേക്ക് വഴി തുറക്കുമെന്ന ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്ന മറ്റൊരു സൂചന. തൻ്റെ തന്നെ മരണത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു അടയാളമായി ലാസറിൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ലാസറിൻ്റെ രോഗം ദൈവമഹത്വത്തിനു വേണ്ടി ഉള്ളതാണ് എന്ന് അവിടുന്ന് പറയുന്നത്. ഇത് ദൈവമഹത്വത്തിനു വേണ്ടി ഉള്ളതാണ് എന്നാണ് യേശു കർത്താവ് തന്നെയും യോഹന്നാൻ്റെ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഈ വിവരണം പ്രതീകാത്മകമാണെന്നതിന് മറ്റൊരു സൂചനയും നമുക്ക് കണ്ടെത്താനായി സാധിക്കും. പ്രതീകാത്മകം എന്ന് പറയുമ്പോൾ ലാസറിൻ്റെ മരണത്തെയും യേശു കർത്താവിനെ ഉയർപ്പിക്കുന്നതുമായ സംഭവത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന യേശു കർത്താവിൻ്റെ മരണത്തിങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്, ഒരു സൂചന നൽകുന്നുണ്ട് എന്ന് നമുക്കിവിടെ സ്ഥാപിക്കാനായി സാധിക്കും. കാരണം എന്തെന്നറിയാവോ? ഈശോ മർത്തായെയും മറിയത്തെയും അതുപോലെ തന്നെ അവരുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും ലാസർ രോഗിയായിരിക്കുന്നു എന്ന് കേട്ടിട്ടും കർത്താവ് താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു എന്നാണ് സുവിശേഷകനായ യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ സ്നേഹിക്കുന്നവൻ രോഗിയാണെന്നറിഞ്ഞിട്ടും കർത്താവ് അങ്ങോട്ട് പുറപ്പെട്ടില്ല. സഹോദരിമാര് യോഹന്നാൻ സുവിശേഷകനിലൂടെ ഒരു ദൂതനെ അയച്ചുകൊണ്ട് യേശു കർത്താവിനോട് പറയുന്ന കാര്യം വ്യക്തമാണ്. നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ് എന്ന് പറഞ്ഞാൽ നീ വന്ന് അവനെ സുഖപ്പെടുത്തണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് ഈ രോഗവിവരം അറിഞ്ഞിട്ടും സ്നേഹിതൻ രോഗിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും കർത്താവ് 2 ദിവസങ്ങൾ കൂടെ അവിടെ തന്നെ ചിലവഴിച്ചു. ബഥാനിയായിലേക്ക്, ലാസറിൻ്റെ അടുക്കലേക്ക്, രോഗിയായി കിടക്കുന്ന സ്നേഹിതൻ്റെ അടുക്കലേക്ക് ഈശോ പോയില്ല എന്നാണ് 5-6 വാക്യങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ 11-ാമത്തെ അധ്യായത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. എന്തുകൊണ്ടാണ് 2 ദിവസങ്ങളും കൂടെ യേശു കർത്താവ് അവിടെ തന്നെ താമസിച്ചത്? നമുക്കറിയാലോ, യോഹന്നാൻ്റെ സുവിശേഷം ഉൾപ്പെടുന്ന പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് മൂലത്തിൽ
സ്നേഹിച്ചിരുന്നത് കൊണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹിച്ചിരുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ ലാസറിനും കുടുംബാംഗങ്ങൾക്കും ഈ അത്ഭുതം ദർശിക്കാനും കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കാനും കാരണമായി തീരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈശോ താമസിച്ച്, അതായത് 2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് അവിടേക്ക് കടന്നു ചെല്ലുന്നത് എന്ന സൂചന ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലാസറിനും കുടുംബാംഗങ്ങൾക്കും ഒരു അത്ഭുതം ദർശിക്കാനും അതുവഴിയായി ദൈവത്തിന് മഹത്വമുണ്ടാകാനും വേണ്ടിയുള്ള ഒരു ഒരുക്കം ഈ 2 ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. രോഗിയായ മനുഷ്യൻ മരിക്കാൻ കാത്തിരുന്ന് രോഗത്തിൽ നിന്നും അവന് വിടുതൽ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മരിച്ചവരിൽ നിന്നും അവനെ ഉയർപ്പിക്കുക എന്ന തരത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് 2 ദിവസങ്ങൾ കൂടി താമസിച്ച് ബഥാനിയായിൽ താൻ സ്നേഹിച്ച ലാസറിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന വാക്യത്തിൽ സുഹൃത് ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഫലേയിൽ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫലേയിൽ എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് സുഹൃത് ബന്ധത്തെ 4-ാം സുവിശേഷകൻ ദ്യോതിപ്പിക്കുന്നത്. ഇതൊരു ഗ്രീക്ക് വാക്ക് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഫലേയിൽ എന്നാണ് ആ ഗ്രീക്ക് വാക്ക്. അതിൻ്റെ അർത്ഥം സുഹൃത് ബന്ധം എന്നാണ്. സ്നേഹിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലേക്കാണ് ഇതിനെ നമുക്ക് കാണാനായി സാധിക്കുക. സാധാരണഗതിയിൽ ലാസറിൻ്റെ, സ്നേഹിക്കുന്നവൻ്റെ രോഗവിവര വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഈശോ അവിടെ എത്തി ലാസറിനെ സുഖപ്പെടുത്തേണ്ടതായിരുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി, വായനക്കാർ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി ഈശോ 2 ദിവസം കൂടി താൻ ആയിരുന്ന സ്ഥലത്ത് തന്നെയും ചിലവഴിക്കുകയും ലാസർ മരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വചനഭാഗത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതെന്തുകൊണ്ടാണ് എന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്ത, ഒരു അത്ഭുതമുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ രോഗിയായി കിടക്കുന്ന സ്നേഹിതനെ സുഖപ്പെടുത്താൻ പോകാതെ 2 ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ മരിച്ചതിന് ശേഷം അവൻ ഉയർപ്പിക്കാൻ വേണ്ടി പോകുന്നത്? സ്നേഹിതൻ മരണാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും അവിടേക്ക് പോകാൻ താമസിച്ചത് എന്തുകൊണ്ടാണെന്ന് ഈശോ തന്നെയും വ്യക്തമാക്കുന്നുണ്ട് 15-ാമത്തെ വാക്യത്തിൽ. യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. അവിടെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് 15-ാമത്തെ വാക്യം പറയുക. കേട്ടെ, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത്? ഇവിടെ ആ ജനവിഭാഗത്തിൻ്റെ മുഴുവൻ, ബഥാനിയായിലുള്ള ജനവിഭാഗത്തിൻ്റെ മുഴുവൻ വിശ്വാസം ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാൻ, സുഖപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യത്തിലൂടെ മാത്രമല്ല, മറിച്ച് മരിച്ചവനെ ഉയർപ്പിക്കുന്ന സംഭവത്തിലൂടെ കർത്താവ് ഒരു പ്ലോട്ട് ഒരുക്കുകയാണ്. എന്തിന്? വിശ്വാസവർദ്ധനവിന് വേണ്ടി. യൂദയായിലെ മലഞ്ചെരുവുകളിലൂടെ നന്മ ചെയ്തുകൊണ്ട് നടന്നു നീങ്ങുന്ന യേശു കർത്താവ് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, അത്ഭുതങ്ങൾ ചെയ്യുന്നതിലൂടെ, രോഗസൗഖ്യങ്ങൾ നൽകുന്നതിലൂടെ യേശു കർത്താവിൽ അനേകം പേർ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരു വിഭാഗം കർത്താവിനെതിരായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ കേവലം രോഗിയെ സുഖപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് മരിച്ചു കിടക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അടയാളം സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒന്നല്ല. ബൈബിളിൽ തന്നെയും വളരെ വിരളമായി നമ്മൾ കാണുന്ന അടയാളങ്ങളിലൊന്നാണ്, അത്ഭുതങ്ങളിലൊന്നാണ് മരിച്ചവൻ്റെ ഉയിർപ്പ് എന്ന് പറയുന്നത്. ഇതിന് പശ്ചാത്തലമായി പറഞ്ഞിരിക്കുന്നത് ഈശോ മർത്തായെയും സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എന്നാണ്. സ്നേഹത്തിലൂടെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും
അതുവഴിയായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുകയെന്നുള്ള ഒരു സീക്വൻഷ്യലായ വൺ ആഫ്റ്റർ അനദർ പടിപടിയായി ദൈവത്തിൻ്റെ മഹത്വീകരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പാകത്തിന് വിശ്വാസികളെ നയിക്കുന്ന യേശു കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പേൻ എന്നാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അഗാപ്പൻ എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ്. വീണ്ടും അഗാപ്പൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ദൈവസ്നേഹത്തെ കുറിക്കുന്ന ഒരു വാക്കാണ് എന്നതാണ്. അഗാപ്പെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹവിരുന്ന് എന്നർത്ഥം വരുന്ന അഗാപ്പെ എന്ന വാക്കിൽ നിന്ന് എഗാപ്പൻ എന്ന വാക്കുണ്ടായതിനാൽ ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈശോ തൻ്റെ തീരുമാനങ്ങളിലും ചെയ്തികളിലും നയിക്കപ്പെട്ടിരുന്നത് വെറും മാനുഷിക സ്നേഹത്താൽ അല്ല, മറിച്ച് ദൈവസ്നേഹത്താലാണ് എന്ന് ഈ വാക്കുകൊണ്ട്, അഗാപ്പൻ എന്ന വാക്കുകൊണ്ട് ദൈവസ്നേഹത്താലാണ് കർത്താവ് ചലിക്കപ്പെട്ടിരുന്നത്. കേവലം മാനുഷികമായ സ്നേഹം കൊണ്ടല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് നാലാം സുവിശേഷകൻ അഗാപ്പൻ എന്ന വാക്കുപയോഗിച്ച് ദൈവസ്നേഹം മനസ്സിലാക്കാനായി നമ്മളെ എല്ലാവരെയും വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലാസറിനെ ഉയിർപ്പിക്കുന്ന സംഭവത്തിൻ്റെ ആരംഭദശയിലുള്ള രോഗവിവരം കർത്താവിനെ അറിയിക്കുന്ന രംഗമാണ് നമ്മൾ വചന വ്യാഖ്യാനത്തിന് വിധേയമാക്കിയത്. ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം.